ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് 5 സെൻറ്റ് പ്ലോട്ടിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കേരള ട്രഡീഷണൽ ഹോമാണ്. വെറും 890 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുള്ളൂ. അതിൽ 2 BHK നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് അതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 5 സെൻറ്റ് പ്ലോട്ടാണ്. ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട്. ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫ്ലോർ പ്ലാൻ. ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് ഏരിയ 5 സെൻറ്റാണ്. നമ്മളതിൽ 890 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ 2 BHK ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലാണ് നമ്മളതിൻ്റെ എക്സ്റ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഈസ്റ്റ് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ്. നമുക്ക് പ്ലാന് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന ഇതാണ് ക്ലയൻറ്റിൻ്റെ പ്ലോട്ട്. നമ്മളതിൽ 2 ഗേറ്റ് നൽകിയിരിക്കുന്നു, ഒരു വിക്കറ്റ് ഗേറ്റും ഒരു മെയിൻ ഗേറ്റും. മെയിൻ ഗേറ്റ് തുറന്ന ഒരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഭാവിയിൽ അവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വിക്കറ്റ് ഗേറ്റാണ്. വിക്കറ്റ് ഗേറ്റ് തുറന്നാൽ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് പൂമുഖം, സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 306/120 സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തിട്ട് നമ്മൾ നോക്കുന്നത് ലിവിങ് കം ഡൈനിങ്. നമ്മൾ ലിവിങ് കം ഡൈനിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സോഫയും ഡൈനിങ് തമ്മിലുള്ള ഒരു പാർട്ടീഷനായിട്ട് ഒരു പർഗോള പാർട്ടീഷൻ ഇവിടെ സെപ്പറേഷൻ നൽകിയിരിക്കുന്നു. സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിലായിട്ട് ഒരു വിൻഡോ കാണാം. ലെഫ്റ്റ് സൈഡായിട്ട് ഒരു LCD യൂണിറ്റ്, 2 ഭാഗത്തായിട്ട് നമ്മളൊരു വിൻഡോ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയ്ക്ക് കൂടുതൽ ലൈറ്റ് ലഭിക്കുന്നതിനായിട്ട് ഇവിടെ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കിച്ചണിൻ്റെ സൈസ് 246 ആണ് കിച്ചണിൻ്റെ സൈസ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണിന് ഒരു ചെറിയ കിച്ചണാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വിൻഡോ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇവിടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് നമ്മൾ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം 366/330, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. 366/330. ലെഫ്റ്റ് സൈഡിലായിട്ട് വിൻഡോ നൽകിയിരിക്കുന്നു. ബെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 വിൻഡോസ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് നമ്മൾ വാൾഡ്രോബാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെയാണ് വാൾഡ്രോബ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 132/180 അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സെക്കൻഡ് ബെഡ്റൂം 366/330. അതിലും നമ്മൾ റൈറ്റ് സൈഡായിട്ട് ഒരു വലിയ വിൻഡോ നൽകിയിരിക്കുന്നത്. ബെഡ് കോട്ടിൻ്റെ ബാക്ക് വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 132/180. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കൂടുതലായിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന എക്സ്റ്റീരിയർ എലിവേഷൻ. നമ്മൾ ഫ്ലോർ പ്ലാനിൽ പോലെ തന്നെയാണ് അതിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വിക്കറ്റ് ഗേറ്റ്, മെയിൻ ഗേറ്റ്, വിക്കറ്റ് ഗേറ്റ് എന്നിവ നമുക്കിവിടെ കാണാം. സിറ്റ് ഔട്ടിൻ്റെ 2 വശങ്ങളായിട്ട് നമ്മൾ ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് നമ്മളിതിൻ്റെ എലിവേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം.